ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കൊക്കെ കിട്ടിയാൽ നമ്മളത് വന്നിക്കണോ ഇല്ല എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ഡെസ്ക്ടോപ്പ് മെത്തേഡ് വഴി കയറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ കയറി സെർച്ച് ചെയ്യണം. അപ്പോൾ ചില സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്യാൻ വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മെയിൽ വഴി വരും. അപ്പോൾ ചിലർക്കൊക്കെ എന്താ പറയുക, സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് മെയിൽ വരാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചാനലിലേക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ വന്നിക്കണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവിടുന്ന് തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിൾ ക്രോം വഴി ഡെസ്ക്ടോപ്പ് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പിലൂടെ തന്നെ നമുക്ക് ഇത് അറിയാൻ പറ്റും. അപ്പോൾ ചെയ്യാം, ഇത് എവിടെയാണെന്നും ഇത് ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നറിയോ? നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് റെഗുലറായിട്ടുള്ള ഒരു ഇൻ്റർവെൽ നിങ്ങൾക്ക് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടോ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ചെയ്യുക ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് സോൾവ് ചെയ്യാം. എന്ത് കാരണത്താലാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതെന്നും അതിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പ് വഴി തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം വഴി കയറി ഡെസ്ക്ടോപ്പ് മെറ്റീരിയലിലേക്ക് പോകണമെന്ന് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഇതൊരു 3 കളറായിട്ടൊക്കെ നമുക്ക് കാണിക്കും. റെഡ്, യെല്ലോ, ഗ്രേ കളറൊക്കെ. റെഡ് എന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലായിട്ട് പെട്ടെന്ന് തന്നെ അതിന് റിമൂവ് ചെയ്യണം. ഒരു യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ ടൈം എടുത്തിട്ട് ആക്ഷൻ ചെയ്താൽ മതി. ഗ്രേ കളറാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് ആക്ഷൻ എടുത്താൽ മതി. അതൊക്കെ ഞാൻ ചെയ്യാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ച് തരാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകും. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ചിത്രം കണ്ടില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വരും. ഇതിൻ്റെ ഇവിടെ നമ്മൾ ചെയ്യാം അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ അക്കൗണ്ട് ചാനൽ എന്നുള്ള സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരും ചാനൽ വയലേഷൻസ് എബിലിറ്റി ടു ഏൺ. അപ്പോൾ ഈ ചാനൽ വയലേഷൻ്റെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നണ്ണ് എന്ന് കാണിച്ചത്. ഇനി അഥവാ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അവിടെ ഒരു റെഡ്, യെല്ലോ, ഗ്രേ കളറായിട്ട് വരും. അപ്പം റെഡ് കളറാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ്ലായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. ഇനി അതല്ല യെല്ലോ കളറാണ് കാണിക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുത്ത് പാർഷ്യൽ ടൈം എടുത്തിട്ട് ആക്ഷൻ എടുത്താൽ മതി. ഗ്രേ കളറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് പതുക്കെ ആക്ഷൻ എടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ആവുന്നത്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ അവിടെയാണ് അത് കാണപ്പെടുക. അടുത്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള താഴെ ഒരു ഓപ്ഷനാണ് എബിലിറ്റി ടു ഏൺ. എബിലിറ്റി ടു ഏണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്താൽ നമ്മുടെ എന്ത് ചെയ്യും? എലിജിബിലിറ്റിൻ്റെ അങ്ങോട്ട് പോയി ഇവിടെ നോക്കി നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. അപ്പോൾ കുറേ സമയം നിങ്ങൾക്ക് രണ്ടും ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ മോണിറ്റൈസേഷന് അയക്കണോ ഇല്ലയെന്നോ, അതായത് നിങ്ങൾക്ക് ചാനൽ വയലേഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്കത് കയറി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കാൻ കഴിയും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് എന്ന്. അപ്പോൾ അവിടുന്ന് തന്നെ എന്ത് കാരണത്തിനാണ് സ്ട്രൈക്ക് കിട്ടിയെന്ന് കാരണം അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചെയ്യുക, നിങ്ങളിത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇത് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം എപ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് റെഗുലർ ഇൻ്റർവെല്ലിലായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന ഒരു 3 കളറായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. റെഡ്, യെല്ലോ, ഗ്രേ. ഈ ഒരു കളർ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. റെഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കണം. യെല്ലോ ആണെങ്കിൽ പാർഷ്യൽ ടൈം എടുത്തിട്ട് ആക്ഷൻ എടുക്കണം. ഗ്രേ കളറാണെങ്കിൽ കുറച്ച് അധികം ടൈം എടുത്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 3 കളറും അതിൻ്റെ ഒരു ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമ്പോൾ അവിടെ ഇങ്ങനെ കളറ് കാണിക്കും. അപ്പോൾ ആ ഒരു കളറ് മനസ്സിലാക്കിയില്ല നിങ്ങൾക്ക് അതിനനുസരിച്ച് ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ റെഗുലർ ഇൻ്റർവെല്ലിൽ ഇതൊരു ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ
നിങ്ങൾ എപ്പോഴും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതായത് എൻ്റെ ലൈഫ് ടൈം വ്ളോഗാണോ അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബ് ടിപ്സ് വീഡിയോസാണോ, എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. ബൈ.